എന്താണ്ടി ചൈത്താനെ ചിരിക്കണത്? ഇതെന്ത് കോല മനുഷ്യൻ, ഇതൊക്കെ ഹെൽമെറ്റാ. പറഞ്ഞ പോലെ ഇത് ഹെൽമെറ്റിന്റെ പരിവുണ്ടല്ലോ. ഏതായാലും നമ്മുടെ കുരുത്തം കെട്ട പിള്ളേരെ കൊണ്ട് ആ കാശ് ലാഭം ഉണ്ടായി. ഇതിനൊരു കറുത്ത പെയിന്റും കൂടി അടിച്ച അടിപൊളി ഹെൽമെറ്റായി. ഇങ്ങനൊരു പിശുക്കൻ ഞമ്മടെ മക്കളെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം കിട്ടിയില്ല. അല്ലാ, ഷർട്ട് കൊട്ടിയാലെന്താ ഹെൽമെറ്റ് ഒരെണ്ണം കിട്ടി. ഇതാണ് പറഞ്ഞ ഒന്ന് ചത്ത് ഒന്നിന് പടാവും. കൊള്ളാല്ലേ? ശരിക്കും ഒരു ഹെൽമെറ്റ് പോലെ തന്നെ ഉണ്ട്. ഇത് പെയിന്റ് ഒക്കെ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കട്ടോ. അല്ല, പറഞ്ഞ പോലെ ഇതെന്താണ് കലവും ചട്ടിയൊക്കെ വലിച്ചെറിയണത്? നിങ്ങളുടെ കുരുത്തം കെട്ട പിള്ളേരാ. ടൂറ് കൊണ്ടാത്തേ നിങ്ങളോടുള്ള ദേഷ്യം കാണിച്ചത്. അവരുടെ സ്കൂള് പൂട്ടിയില്ലേ മനുഷ്യ. ഇതെന്തിനാണ് ഈ സ്കൂളൊക്കെ പൂട്ടുന്നത്? ഇതാണ് എനിക്ക് സ്കൂളുകാരോട് ദേഷ്യം. അത് ശരി, ഇപ്പൊ സ്കൂളുകാർക്കായ കുറ്റം. അതെ, നിങ്ങൾ എത്ര കാലമായ പിള്ളേരെ പറഞ്ഞു പറ്റിക്കണ്? ബാംഗ്ലൂർ കൊണ്ടുപോകും, ഊട്ടി കൊണ്ടുപോകും, മൈസൂർ കൊണ്ടുപോകും. എന്നിട്ട് ഈ പഞ്ചായത്തിൽ നിന്ന് അപ്പുറത്തെ പഞ്ചായത്തിലെങ്കിൽ അവരെ ടൂറ് കൊണ്ടുപോയിട്ടുണ്ടാ? ഞാൻ ഒരു കാര്യം പറയാം. പല പ്രാവശ്യമായിട്ട് ഞാൻ നിന്നോട് പറയേണ്ടതാണ്. ഡി, ഇവിടെ എനിക്ക് ഇവിടെ ഇങ്ങനെ പൈസ കുലുക്കി പറിക്കണ മരമൊന്നുമില്ല. നിന്റെ വീട്ടിൽ നിന്ന് സമ്പാദിച്ചു കൊണ്ടുവന്നേക്കണല്ലേ? എടി, നിനക്ക് ഈ വീട്ടിൽ എന്ത് കുറവുണ്ടാക്കിയേക്കണേ? ഒരാൾക്കും ഇല്ലാത്ത സൗഭാഗ്യം നിനക്കുണ്ട്. അത് നീ മറക്കരുത്. ഓരോരുത്തരൊരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഭയപാടാണ് ചെയ്യണത്. നിനക്ക് കണ്ണു നിറച്ച് 10 പിള്ളേരല്ലേടി ഞാൻ തന്നത്. അതൊന്നും മറക്കരുതടി. അള്ളാനെ മറിഞ്ഞ് നീ ഒന്നും പ്രവർത്തിക്കല്ലേ, നരകത്തിലിട്ട് നിന്നെയൊക്കെ. അതെ, വിഷയം ഒന്നും മാറ്റണ്ട. ഈ തവണ സ്കൂള് പൂട്ടുമ്പോ എവിടേക്കാ ടൂർ കൊണ്ടുപോണേ? ഈ ടൂറ് അവസാനം ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഒരു ദിവസം എല്ലാത്തിനും കൂടി വയറുള്ള കാലിലും മരുന്ന് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് തരും. അപ്പൊ കൊതി ഇരു നിന്റെ ഒക്കെ ടൂറിന്റെ. വിഷം വേണോടി. ഇനി അതിന് പൈസ ഞാൻ വേറെ ഉണ്ടാക്കണം. നിന്റെ വീട്ടിൽ നിന്നുണ്ട് വിഷം. ചുമ്മാ വെറുതെ മനുഷ്യനെ അടങ്ങിയാൻ വേണ്ടി രാവിലെ തുടങ്ങും ടൂറ് ടൂറ് ടൂറ്. ഹലോ, ഓ പട്ടിയുണ്ടാ? പട്ടി അല്ല, ഈ ചട്ടി വിൽക്കാനല്ല. ചട്ടിയല്ല, പട്ടിയുണ്ടോന്ന്. പട്ടിയാ? ആ, പട്ടിയില്ല. എന്താ കാര്യം? അല്ല, ഒരു കത്തുണ്ടായിരുന്നേ. പടച്ചോനെ, വന്ന് പട്ടിക്ക് വരെ എഴുത്തു വരണ. അപ്പൊ ഈ വീട്ടിലെ പട്ടിയുടെ പേര് ബീരാണെന്നാണോ? ഞമ്മടെ പേരാണ്ടാ ബീരാൻ. ആണാ? എന്നാ പിന്നെ അത് ഇക്കയ്ക്കാണ് എഴുത്ത്. പിന്നെ അത് പറഞ്ഞാ പോരെ? ആ, പട്ടിയുടെയും പന്നിയുടെയും കാര്യം അന്വേഷിക്കാൻ. ഇതാർക്കുള്ള കത്താണിത്? പടച്ചോനെ, ഇത് ഞമ്മക്കുള്ള കത്താണല്ലോ. വന്ന് ഞമ്മക്ക് വരെ കത്ത് വന്നു. ആഹാ, കത്ത് ബോംബാണ്. എത്രയും സ്നേഹം നിറഞ്ഞ ബീരാനളിയിന് കൊണ്ടോട്ടിലെ മമ്മൂട്ടി അളിയിൽ എഴുതുന്ന കത്ത്. ഈ വരുന്ന ഓണപ്പൂട്ടിന് ഞമ്മളും ഞമ്മടെ ഭാര്യ ഐഷുമ്മായും പിന്നെ അവക്കുടെ ഉമ്മയും ബാപ്പയും നാത്തൂനും കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഭാര്യയുണ്ട്. ഇത് കേൾക്കുമ്പോ അളിയന്റെ പരാതിയെല്ലാം തീർന്നല്ല. എൻബി, നമ്മുടെ ഈ വരവ് നമ്മുടെ പുന്നാരപ്പങ്ങൾ ആമിനോട് പറയണ്ട. അതവർക്കൊരു സസ്പെൻസ് ആയിരിക്കട്ടെ. ഇൻഷാ അല്ലാ. അപ്പൊ രാവിലെ 10 മണിക്ക് കാണാം. എന്നു സ്വന്തം അളിയൻ കൊണ്ടോട്ടി മമ്മൂട്ടി. ഞമ്മടെ കെട്ടിയോക്ക് സസ്പെൻസും ഞമ്മക്ക് ക്ലൈമാക്സും. ഞമ്മടെ അളിയന്റെ പൂതിയുള്ള. ഇവര് വന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 10,000 രൂപയെങ്കിലും പൊടിയും. കടസങ്കീർണ പരിപാടിയാണ്. എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടേ പറ്റൂ. ഹലാക്കിന്റെ ഔലും കഞ്ഞി ഒന്നും കൂടെ ഇറങ്ങി വാടി ആമിന അവിടുന്ന്. അവര് വന്നു കഴിഞ്ഞാൽ ആകെ പൊല്ലാപ്പാവും. ഇത് വലിയ ഇടങ്ങേറാണ്. ഇവിടെ വിളിച്ച വരുവല്ല ടൂറ് ടൂറിന് അവസാനം വരുവ. ഇങ്ങോട്ട് വാടി കൂടി നിന്റെ പല കെട്ടിയാണ്. അവിടെ നോക്കാതെ നമ്മൾ ഇവിടെ നിൽക്കല്ലേ. നിങ്ങൾ ടൂറ് കഴിഞ്ഞ് വന്നാ പിശുക്കൊക്കെ മാറ്റി നമ്മളെ ടൂർ ഉണ്ടോന്ന് പറഞ്ഞില്ലേ? അതായത് ശിശുക്കളുടെ മുന്നിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല എന്നാണ് മഹാനായ ചക്രവർത്തി ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം നമ്മൾ ടൂർ കൊണ്ടാൻ തീരുമാനിച്ചത്. നമ്മളെ ടൂറിസ്റ്റ് വണ്ടി വെയിറ്റ് ഇതാണ് ടൂറിസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞത്. എന്താണ്ട് ഈ മോട്ടോർഷയ്ക്ക് ഒരു കുഴപ്പം? വലിയ വലിയ വിദേശികൾ കൊച്ചിയിൽ വരുമ്പോ ഈ മോട്ടോർഷയിലെ ടൂറിസ്റ്റ് എടുക്കുന്നത് അവരൊക്കെ പിശുക്കന്മാരായിട്ടാണ് മോട്ടോർഷ കയറുന്നത്. എടി വിവരം വേണോടി ദജ്ജാലിന്റെ മോളെ. ടൂർ ലോറിക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഇതിനകത്ത്. ഓട്ടോറിക്ഷയിലൊക്കെ ഇതെന്തണ്ട് ഇത്? അങ്ങനെയാണെങ്കിൽ സ്കൂളിലെ വണ്ടിയിലൊക്കെ ഇതുപോലുള്ള ഓട്ടോറിക്ഷയില് 10-25 പിള്ളേരെ കൊണ്ടുപോകണ്ടല്ലോ. അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ലേ? ഇത് സ്കൂൾ വണ്ടിയല്ല.
ഇക്കാക്ക് വേറെ ജോലിയൊന്നുമില്ല തോന്നുന്നു. അതെങ്ങനെ മനസ്സിലായി? ഇതൊക്കെ കണ്ടോണ്ട് നീ ചോദിച്ചാണ്. ഏതാടാ? ആ ഞമ്മടെയാ കേറിക്കോ. ആ വിട്ടോ 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 വിട്ടോ. പിള്ളേരെല്ലാം കേറിയാ പോവാ. ഇതെന്താ നീങ്ങാത്ത? ഇതുകൊണ്ടാ പിന്നെ വേറെ വണ്ടി ഉണ്ട്. പിടിച്ചിരുന്നോ മകളെടാ, പിടിച്ചിരുന്നോട്ടാ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഒരു ടാക്സിക്ക് പോകാന്ന്. നിന്റെ ഉമ്മാനെ കെട്ടിയ ടാക്സി ഒന്ന് പോയോണ്ട്. വലിയ സായിപ്പന്മാര് വരെ ഈ മോട്ടോർഷയിലാ പോണത്. അവർക്കൊന്നും ഒരു കുറവില്ല. നീ എന്താ രാജകുമാരിയാ? വലിയ ഓജാത്തിയല്ലേ. അയ്യേ, ഈ മനുഷ്യൻ എന്തായി കാണിക്കുന്ന ഈ നേരത്ത്? എന്റെ നിങ്ങൾ എന്തിനാ എന്നെ ചോറിഞ്ഞത്? വെറുതെ അല്ല ഞമ്മടെ ചൊറിച്ചില് മാറാത്ത. നിന്റെ പുറത്താണ് ഞാൻ ചൊറിഞ്ഞല്ലേ. കൈയെടുക്കാൻ പറ്റണില്ലേ? കൈയെടുക്കൂടെ കയറിയിട്ട് ചമ്മന്തി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ എലീമാടെ മോനെ ഈ ബൈക്കും കാണും. ആ അതേ പറഞ്ഞു ആ കള്ളിമുണ്ട് എടുത്ത് കയ്യും വീശി വരണ എന്താമോ ഒന്ന് ചവിട്ടിയേക്കാൻ. എന്താ പിടിച്ചോ? എന്താ ഈ മാറ? ഇതെന്താണ്ടാ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ നീ കൊന്നോണ്ട് വരുവോ? ഇങ്ങനെ ചവിട്ടാൻ നീ ആരാണ്ടാ? വിത്ത് കാളയാ. ഇക്കല്ലേ പറഞ്ഞത് കണ്ടാ ചവിട്ടിയേക്കണോന്ന്? ശൈത്താന് സൂക്ഷിച്ചിരുന്നോട്ടെ അവന്. അമ്മോ കൊന്നല്ലോടാ നീ. എന്താണ്ടാ നീ ഇങ്ങനെയാണ്ടാ വണ്ടി ഓടിക്കണ ശൈത്താന്? ഇക്ക പൈസ താ. എന്ത് പൈസ? എവിടുത്തെ പൈസ? പൈസ താന്ന്. പൈസ തരാം. അതിനു മുമ്പ് ഞാനൊന്ന് എണ്ണി നോക്കട്ടെ. പൈസ പൈസയല്ല, എന്റെ പിള്ളേരെല്ലാം ഉണ്ടോന്ന് ഞാനൊന്ന് എണ്ണി നോക്കട്ടെ. ഒരാൾ കുറവുണ്ട്. ഇക്കടെ കൊച്ചിനെ കാണണമെങ്കിൽ എന്നടാണ് ചോദിക്കണത്? പിന്നെ ഞാൻ ആരോട് ചോദിക്കും? നീ അല്ലടാ വണ്ടി ഓടിച്ചത്. നീ എന്ത് വണ്ടി ഓടിക്കലാണ്ട? നീ എന്താ പ്ലെയിൻ ഓടിക്കണ? ചെറിയ 3 ഏക്കറുള്ള ഓട്ടോറിച്ച് ഓടിക്കണത്? ഇക്ക കളിക്കാതെ പൈസ കുറെ നേരം കേട്ടോ. അയ്യടാ നീ ഓടിച്ച് എന്റെ കൊച്ചുങ്ങൾ വല്ല അറബിക്കടലിൽ വീണുണ്ടാവും. പഠിച്ചോന്നെ എന്റെ മോൻ പോയില്ല മക്കളെ. എന്നൊരു കാര്യം ചെയ്യും, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം. എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോണത്? ഇക്കടെ കൊച്ചിനെ കാണാനില്ലല്ല. അല്ല പിള്ളേര് പോയി പോട്ടെ. പഠിച്ചോൻ വേണ്ടി വെച്ച് പിള്ളേർക്കൊന്നും എനിക്കൊരു ക്ഷാമമില്ല. ആവശ്യത്തിന് പിള്ളേരുണ്ട്. നീ മര്യാദയ്ക്കും വർത്താനം പറ, അല്ലാതെ പൈസ ചോദിക്കണം. ഒറ്റ കീറം വെച്ചാണ് ഞാൻ. നമുക്ക് എപ്പോഴാണ് 11 മക്കൾ ഉണ്ടായത്? പൈസ കൊടുക്കാനിരിക്കാനല്ല നമ്മുടെ ഒരു ടെക്നിക്കല്ലേ. നിങ്ങളെ സമ്മതി. ഈ എന്തൊക്കെ ടെക്നിക്ക് നീ കാണാൻ കിടക്കണു. വായിക്കണേ ബ്ലഡി ബഗർ. എടപാടാ മക്കളെ സിറ്റി ചുറ്റി കാണടേ, ആഹാ ബ്യൂട്ടിയല്ലേ. എടപാടാ മക്കളെ അങ്ങോട്ടൊന്ന് നോക്കടേ, കൊച്ചി കായല് കാണണില്ലേ? കപ്പലി കണ്ട കണ്ട് ബോട്ട് കണ്ട കണ്ട് പാലോം കണ്ട കണ്ട് വീട്ടിൽ പോയാലോ? സിനിമക്ക് പോകാം. വേണ്ട വേണ്ട പാർക്കിൽ കേറാം. വേണ്ട സർക്കസ് കാണാം. സർക്കിട്ട് മതിയാക്കി വീട്ടിൽ പോയാലോ? എങ്ങനെ പറഞ്ഞേ ഉള്ളു. എടപാടാ മക്കളെ എന്റെ കൂടെ പോരടെ, ആ ബോട്ടിൽ കയറിയാലോ? ഹലോ ബോട്ടിൽ വേണ്ടടി, റോട്ടിൽ നടക്കടി, ഇഷ്ടം പോലെ കാഴ്ച കാണാം. ഒരു ബ്രെഡ് കൊടുക്കാവോ? മുഴുവൻ തിരിച്ചു കൊടുക്കണ്ട. മുഴുവൻ ഇതെന്താണ്? അത് ഈ ബോട്ട് നടുക്കടലിൽ വെച്ച് പഞ്ചറായി കഴിഞ്ഞാ മാറ്റിയിടാനുള്ള സ്റ്റെപ്പിനെയാണിത്. അത് വേണ്ട. ഹായ് ഐസ്ക്രീം വാങ്ങി തിന്നാലോ, ചോക്കോ ബാർ വാങ്ങിയാലോ, പിള്ളേരെയും കൊണ്ട് ചിൽഡ്രൻസ് പാർക്കിൽ പോയാലോ? എടി പണ്ടാരമേ മുണ്ടല്ലേ, ആക്രാന്തമാ പിള്ളേർക്ക് കായ് നിന്റെ വീട്ടിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? നമുക്ക് കുഞ്ഞാലാടാം, ട്രെയിനിൽ കേറാം, സീസോ കേറാം, ശ്വാസം മുട്ടും. വീട്ടിൽ പോയാലോ? എന്താണ് അല്ല പറഞ്ഞെന്നുള്ളു. വാടാ മക്കളെ ഈ വെടക്കിനെ കൊണ്ട് തോറ്റട പാപ്പ വല്ലാത്ത പിശുക്കനാടാ. നിന്നെ നിന്റെ ഈ മക്കളെ പോറ്റണമെങ്കിൽ ഇച്ചിരി പിശുക്ക് നല്ലതാടി. അല്ല പിന്നെ എന്താ നമ്മളോട് ഇത്തിരി സംസാരിച്ചോണ്ടിരിക്കാവോ? മറ്റൊന്നുമായിട്ടല്ല, തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ കെട്ടിയോളം ഔത്തോട്ട് കേറിയിട്ടുണ്ട്. ഈ തുണിക്കട മൊത്തം മേടിക്കുന്ന ലക്ഷണമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സംസാരിക്കണ കണ്ടിട്ടാണെങ്കിലും കണ്ട് അതിന് പൊയ്ക്കോ.
കാശ് എന്നിട്ട് പോടോ. ഞാൻ പെങ്ങളെ തൊടുവും പിടിക്കൊന്നും ചെയ്തിട്ടില്ല. തൊട്ടാലും പിടിച്ചാലും കാശ് വേറെ തന്നെ. വീഗാലാൻഡിൽ പോയാലോ കാഴ്ചകൾ ഒത്തിരി കാണാലോ അവിടത്തെ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിക്കുളിച്ചാലോ വീഗാലാൻഡിൽ പോകണ്ട മുങ്ങിക്കുളിക്കാൻ നിക്കണ്ട നിർഗന്ധലെ വെള്ളമിറങ്ങി പനി പിടിക്കൂടി പച്ചവെള്ളം കുടിക്കാം വേണ്ട വേണ്ട പൈമ്പൊരി തിന്നാം വേണ്ട വേണ്ട എള്ളുണ്ട തിന്നാം വേണ്ടാന്ന് പറഞ്ഞില്ലേ വീട്ടിൽ പോയേക്കാം പഠിച്ചോനെ കാത്ത് എന്നാ വാടാ മക്കളെ ഇപ്പൊ തന്നെ പോയി കളയാം ഉമ്മച്ചിക്ക് പോറടിച്ചടാ കാശി ഒത്തിരി പൊട്ടിയാലെന്തടി എക്സ്കർഷൻ സൂപ്പറായില്ലേ എന്തണ്ട ആ ഞമ്മടെ പൈസ മുഴുവൻ പൊട്ടിച്ച് അതും ഇതും തിന്ന് പോർക്കോട്ട് വേണ്ടല്ലേ ബാത്റൂമിലോട്ട് ഓ ഓ ചെല്ലു ആ പൊക്കോ. ചെല്ലു ഹാ, കാശ് ഒത്തിരി പൊട്ടിയാൽ എന്തടി നിന്റെ ആങ്ങളെ കെട്ട് പണി കൊടുത്തില്ലേ 8ന്റെ പണി കൊടുത്തില്ലേ നിങ്ങൾക്കെന്താ ഭ്രാന്തായ? നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഇപ്പൊ എന്താന്നറിയോ? എന്താണ്? നിന്റെ ആങ്ങളെ കിട്ട് ഒരു പണി കൊടുത്തു. കാരണം ഈ കത്തും വായിച്ചിട്ട് കൊണ്ടോട്ടിയിലെ ആങ്ങളെയും പൊണ്ടാട്ടി ഇപ്പൊ ഇതിലെ തേരാപ്പാലേണ്ടാവും. ഇക്ക അത് പിന്നെ ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ നമ്മളോട് ക്ഷമിക്കോ? ക്ഷമ ചോദിക്കാൻ എന്റെ ആമിനെ കുട്ടി എന്ത് തെറ്റാ ചെയ്ത്? ആ, അത് പിന്നെ കൊറേ നാളായില്ലേ നിങ്ങൾ നമ്മളെ ടൂർ കൊണ്ടുപോവാന്ന് പറഞ്ഞ് പറ്റിക്കണ്. അതുകൊണ്ട് ഈ കൊണ്ടോട്ടിയിലെ മമ്മൂട്ടി ആങ്ങളാന്ന് പറഞ്ഞ് കത്തെഴുതിയത് ഞമ്മളാ. അയ്യോ.